സുക്കൂറേ സുക്കൂറേ നേരെ 6 മണി ആയിക്കണ്. ഇജ്ജ് പെൽച്ചോറ് വെച്ച് കാണ്ട് നിസ്കരിച്ച് കാണ്ടാണ് കടന്നുറങ്ങും. അനക്ക് പണിക്കുണ്ട 7:00 പണി തുടങ്ങും അറിയിച്ച് നീച്ചവിടുന്ന്. ഇനി ഞാൻ അന്നെ വിളിച്ചൂലട്ടാ. പെൽച്ചോറ് വെച്ചാനെ അന്നെ ഞാൻ വിളിച്ച് ചിറ്റോടുള്ള ആൾക്കാർ മുഴുവൻ കേൾക്കും അന്നെ വിളിച്ചിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ഇജ്ജ് നീച്ചാ. ഉണരടി നീ ഉണരുകിടാത്തി പുലർവെട്ടമുദിക്കണ മുമ്പേ പണിയുണ്ടടി 100 കൂട്ടം ഇന്നാ പിടി താക്കോൽ കൂട്ടം പാടത്ത് പണിക്കും പോണം പുര നോക്കാൻ ആളും വേണം എന്താണടി കുത്തണ നോട്ടം. പോയിട്ടാ. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ചേട്ടാ പണി കഴിഞ്ഞ് വരുമ്പോഴേ എൻ്റെ മരുന്ന് കഴിഞ്ഞേക്കണു. 2 ദിവസമായി കഴിഞ്ഞിട്ട് ഞാൻ എന്നോട് പറയാനാവില്ലാച്ചിട്ടിരിക്കുന്നു. ആ ഒന്ന് കൊണ്ടുപോണ്ടി. ഒരാണ്ടടുത്ത് ഇവിടെ വരല്ലേ. ആ കുട്ടികൾക്കൊക്കെ ഒരു തുണി കുപ്പായി എടുക്കണ്ടേ. അതിനെന്തേലും കാട്ടിക്കാണ്ടി ചെജ്ജണം കേട്ടോ. കുട്ടികൾക്ക് ഇപ്പം നമ്മളെ ഗതിയോടൊന്നും അറിയില്ലല്ലോ. ഇപ്പൊ ഈ മാസാവസാനം ആകുമ്പോഴത്തിന് ശമ്പളം കിട്ടും. എന്നിട്ട് എടുത്താ പോരെ. പിന്നെ മരുന്നല്ലേ ഒരു 100-500 ഉറുപ്പ്യല്ലേ ആവുള്ളൂ. ഞാൻ ആരെയൊക്കെ കടം വാങ്ങിക്കാണ്ടേ കൊടുന്നേരാ. എന്നാ ഇജ്ജ് മട്ടം പോലെ ചെജ്ജേ. പിന്നെ എൻ്റെ മോലാളിക്ക് എന്താ സുഖമില്ലാന്നൊക്കെ പറയുന്നു. ഇപ്പൊ കമ്പനിക്കൊക്കെ വരവ് തുടങ്ങിക്കൂടെ മൂപ്പര് വരില്ലപ്പാ. 6 മാസം റെസ്റ്റാ പറഞ്ഞിട്ടുണ്ട്. പിന്നെ സാധാരണ ഓപ്പറേഷൻ അല്ല, അവിടെ കീറിക്കാണ്ട് ചെയ്തതല്ലേ. അപ്പൊ റെസ്റ്റ് നല്ല വേണം. മൂപ്പര് അന്തരോണ്ടല്ല അനീഫാക്ക. മൂപ്പരാണ് ഇപ്പൊ കാര്യങ്ങളൊക്കെ നോക്കണത്. അയാൾ ഇടയ്ക്കിടയ്ക്ക് കമ്പനി വരലുണ്ട്. ഇന്നപ്പൊ ഇനി വേറെ ഒന്നുമില്ലല്ലോ, ഞാൻ പോട്ടെ. അല്ലെങ്കിൽ തന്നെ നേരം വൈകിക്കണു. ആജ് പോയിക്കാന്നാ നോക്കി പോയിക്കൊണ്ടേടാ. ഞാൻ ശശി തന്നെയാണ്. നിങ്ങൾക്ക് പിന്നെ അറിയൊന്നുമില്ല. അപ്പൊ നിങ്ങൾ എന്റെ മരപ്പേട്ടൊന്ന് പോയി വേറെ മരപ്പേട്ട കയറി. ഞാൻ ഫോൺ വിളിച്ചു വരെ നിങ്ങൾ എടുക്കണില്ല. ഫോണില് കായ് കഴിഞ്ഞേക്കണു. പിന്നെ ഈ പണി കൊടുത്തുന്നേ അടിച്ചിന് ഞാൻ കേൾക്കുന്നുണ്ടാവില്ല. അതുകൊണ്ടാണ് എടുക്കാത്തത്. അല്ല, നമ്മൾ തമ്മിൽ ഇടപാടുണ്ടല്ലോ. എന്താ ഫോണ് കണ്ടിക്കണ്? 6 മാസമായല്ലോ വാങ്ങിയിട്ട്. പക്ഷെ മറന്നിട്ടൊന്നുമില്ല. കുറേശ്ശെ കായ് കിട്ടണമൊക്കെ അല്ലിച്ചില്ല കുറച്ച് കട ഉണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെയാണ് വീട്ടിൽ ഞാൻ. പിന്നെ ഇപ്പോൾ അന്നച്ച് പറഞ്ഞ് നിർത്താലെന്നുള്ളൊരു സമാധാനം ഉണ്ടായിരുന്നു. അപ്പം ഈ നോൻപിന് ഈ തക്കാത്തും കായ് ഏറ്റങ്ങൾ കൊടുക്കലുണ്ടായിരുന്നു. അത് കിട്ടിയിട്ടില്ല. അത് കിട്ടിയാൽ എനിക്ക് തരാൻ എൻ്റെ മനസ്സിലുള്ളത്. നിങ്ങൾക്ക് സക്കാത്തുകാർ പോയിട്ട് ശമ്പളം തന്നെ കിട്ടുമോ സംശയമാണ്. നിങ്ങളെ വലിയ മുതലാളി ഇപ്പോൾ ഒരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞാണ്ട് പെരയിൽ വന്നിരിക്കുകയാണ്. അയാൾക്ക് ഹോസ്പിറ്റലിൽ തന്നെ വലിയൊരു സംഖ്യ ചെലവഴിക്കണമെന്നാണ് പറഞ്ഞു കേൾക്കണേ. ആസ്പത്രി ചിലവുകൊണ്ടൊന്നേ അയാൾക്ക് വലിയൊരു കോട്ട ഉണ്ടാക്കി വെച്ച് തോന്നില്ല. കുറച്ചൊക്കെ ഉണ്ടാക്കിയിട്ടേക്കാണല്ലോ. പിന്നെ ഇപ്പം ഞാൻ അത് എന്നല്ല, ഞാൻ എവിടുന്നെങ്കിലും ഒപ്പിച്ചേക്കാണ്ടേ സാക്ഷിയുടെ കട ഞാൻ വീട്ടിക്കോളാം. നിങ്ങൾ അധികം വൈകല്ലേ. നിങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കരുത് കേട്ടോ. ഞാൻ കൊണ്ടുതരാം മോനെ. ഞാൻ എന്നെ ബുദ്ധിമുട്ടിച്ചില്ല. അതിന് ആ തിരുവനന്തപുരത്തേക്കും കൊല്ലത്തേക്കും ഉള്ള സാധനമൊക്കെ പെട്ടെന്ന് കയറ്റി വിടുക. ഞാൻ ഇല്ലാച്ചിട്ട് അവിടെ ഒരു ഫോട്ടും കാണരുത്. അതാണ് എനിക്ക് എന്നോട് പറയാനുള്ളത്. കാക്ക, തിരുവനന്തപുരത്തേക്കുള്ള ലോഡ് ഇന്നലെ കയറി പോയിക്കണു. ഇനി 2-3 ലോഡാണ് ഇവിടുന്ന് കയറാനുള്ളത്. അത് നാളെ മറ്റന്നാളായിട്ട് എല്ലാം ഇവിടുന്ന് കയറി പോകും. എന്നാൽ ഇനി വല്ലാതെ വീകാൻ നിൽക്കണ്ട. ഓൽക്ക് പെരുന്നാൾക്ക് കച്ചവടത്തിനുള്ള സാധനങ്ങളാണത്. ഇന്നലെയും വിളിച്ചിരുന്നു അവർ. അസ്സലാമലൈക്കും. വലൈക്കും സലാം. വലൈക്കും അസ്സലാം. സംശയം അങ്ങോട്ട് കയറിക്കോ. അതിലൊക്കെ ഞാൻ കയറുന്നില്ല. കമ്പനിക്ക് പെട്ടെന്ന് പോകണം. പിന്നെ എനിക്ക് അവിടെ എപ്പോഴും വന്ന് നിൽക്കാൻ കഴിയൂല. ഓന് വേറെയും ചുറ്റുപാടുള്ളതാണ്. മാനേജർ എന്നുള്ള ആൾക്ക് ഇജ്ജ് വേണം കമ്പനിയൊക്കെ കൊണ്ടു നടക്കാൻ. അവിടുത്തെ കാര്യം ആലോചിച്ച് നിങ്ങൾ ടെൻഷൻ അടിച്ചണ്ട. അവിടുത്തെ കാര്യം ഞാൻ നോക്കിക്കൊണ്ട്. ഇജ്ജ് ഉള്ളത് തന്നെയാണ് എനിക്കൊരു സമാധാനം. പിന്നെ പെരുന്നാൾ അടുപ്പിച്ച് പണിക്കാരോടൊന്നും വല്ല ലീവ് എടുക്കരുതെന്നൊന്ന് പറഞ്ഞാണ്ട്. ആരും ലീവ് എടുക്കൂല. പിന്നെ 4 മലയാളികളെ നമ്മളൊപ്പം ഉള്ളത്. ഓല് ലീവ് എടുക്കും. പക്ഷെ ഇന്ത്യക്കാരാണ് ബാക്കിയുള്ളത്. ഓലൊന്നും ലീവ് എടുക്കൂല. പെരുന്നാക്കും എടുത്തോളൂ. പെരുന്നാൾക്ക് ആരെക്കൊണ്ട് പണിയെടുപ്പിച്ചണ്ട. എല്ലാവർക്കും 2-3 ദിവസത്തെ ലീവ് കൊടുത്താണ്ട്. എന്നാ ഇനി വല്ലാതെ വെക്കണ്ട. നിങ്ങൾ രണ്ടാളൂടി എന്നാ വേഗം പോയിക്കോളി. ഞങ്ങൾ പോയിക്കോളാം കാക്ക. നിങ്ങൾ റൂം പോയിക്കാണ്ട് ഒന്ന് നന്നായി റെസ്റ്റ് എടുക്കും. ഇന്ന് രാവിലെ ഇറങ്ങി ഇരുത്തം തുടങ്ങിയതാണ്. ഞാൻ പോയിക്കോളാം, നിങ്ങൾ പോയിക്കോളി. എനിക്ക് ഇവിടെ ഇരിക്കുമ്പോൾ അങ്ങനെ ഒരു ആശ്വാസം തോന്നുന്നുണ്ട്. അതിനൊക്കെ ഞങ്ങൾ പോട്ടെ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം.
क्या है भाई जल्दी जल्दी क्या जल्दी जल्दी आओ സബൂർ കരോ सबर करो नहीं मैं उधर जल्दी जल्दी जाना है जल्दी जल्दी आओ जल्दी जल्दी करो लेके जाएगा सामान ഇന്നെ കൊണ്ട് ബേജാ റമദാൻ മാസമാണ് എനിക്ക് പൈച്ചിന്റെ പോയി തിന്നാ ആഴ്ചാമ്മ ഉണ്ടാക്കിയിട്ടുണ്ടാവും എത്രയും പോയി തിന്നാ काका ने हिंदी काका को हिंदी मालूम नहीं है मैं चला जाएगा चलो नहीं करेगा चलेगा കുഞ്ഞാനെ മണിക്കൂർ കുറെ ആയല്ലോ ഈ 3 സീറ്റുമ്പോ തന്നെ ആണല്ലോ വേറെ പണി ഉണ്ട് ഇവിടെ വെജ്ജട നൂൽ പോറ്റിട്ട് ആ കുഴങ്ങിക്കും പിന്നെ ഞാനേ പണിയെടുക്കുമ്പോ പണി മുക്കാ ചൊർക്കും അതെനിക്കറിയാം എന്റെ പണി മാനേജർ സംശയ് എന്നെ നോട്ടിട്ടേക്കണു ഓനോട് പോയി പണിയൊക്കെ പറയുന്നു ഓനല്ലല്ലോ ഇവിടുത്തെ മുതലാളി ഓന ഡ്രൈവറല്ലേ അത് പറഞ്ഞത് ശരി തന്നെയാണ് ഒക്കെ പോട്ടെ നമുക്ക് പെരുന്നാൾക്ക് ടൂർ പോണ്ടേ ഫാമിലി ആയിട്ട് ഞാൻ ഇല്ലടാ ഇന്ത്യ ഒരു 5 പൈസ ഇല്ല ഇവിടുന്ന് വല്ല പൈസ ശമ്പളം കിട്ടിയിട്ട് പോകണം ഇത് കുട്ടികൾക്ക് തുണി കുപ്പ എടുക്കാൻ ഇപ്പൊ പോന്നപ്പോഴും പറഞ്ഞിട്ടുള്ളൂ തുണി കുപ്പ എടുക്കണ്ടേ പൈസ എന്താ എന്റെ അടുത്ത് ഉണ്ടോ ചോദിച്ചു ഞാൻ ശമ്പളം കിട്ടിയിട്ടേ നമുക്ക് എടുക്കാന്നൊക്കെ പറഞ്ഞു ശമ്പളം കിട്ടിയിട്ടേ എല്ലാത്തിനും തയ്യും കഴിഞ്ഞൊല്ലം തന്നെ മുതലാളി സക്കാത്തും പൈസ നമുക്ക് 5000 ഉറുപ്പിക വെച്ച് തന്നിരുന്നു ഇക്കൊല്ലം എന്താ പാടുന്നാവും വലിയ മുതലാളി ഓപ്പറേഷൻ ചെയ്ത് കിടക്കല്ലേ എനിക്കും തന്നെ തീരെ പ്രതീക്ഷയില്ല അപ്പൊ നോക്കിയെടുത്തുന്നൊക്കെ മറ്റേ ആളാണല്ലോ കിട്ടിയെങ്കിൽ ആയി എന്തെങ്കിലും അല്ലട എവിടെ മാമുട്ടിയാക്ക അയാളും ബംഗാളിനും കാണാനില്ലല്ലോ രണ്ടാളും കൂടി ഇവിടെ ഉണ്ടായിരുന്നു ഇവിടൊക്കെ പോയിന്നോ പോയാ എത്ര മുട്ടേക്ക ക്ഷീണിച്ചിരിക്ക ബേജാടാ വല്ലാത്തൊരു ക്ഷീണം അപ്പൊ ഇവിടെ അങ്ങനെ ഇരുന്നതാ ആ ബായ് എത്തൊക്കെ ചീത്തി മോനാണ് പോയി അത് നോമ്പ് പറഞ്ഞ സീനൊക്കെ മാറും പിന്നെ അതൊക്കെ പോട്ടെ പെരുന്നാൾക്ക് ടൂറും ഉണ്ട് നിങ്ങൾ പോരണോ ഫാമിലി ടൂറാണ് ടൂറിനൊന്നും ഞാൻ ഇല്ലടാ ഇപ്പൊ കഴിഞ്ഞൂരേ കുറച്ച് ദിവസം അവിടെ പോയിന്റ് ചെയ്ത് നമ്മളാ സാസിര കടിയിൽ തലാപ്പിലേ അപ്പോൾ ഓന് 5000 ഉറുപ്പ്യ കൊടുക്കാണ്ടായിരുന്നു അപ്പൊ ഇത് പോയിന്റ് എടുക്കാണെങ്കിൽ ശമ്പളം കിട്ടിയാണ് വീട്ടണമെങ്കിൽ നിങ്ങൾ കുട്ടികൾ മക്കളായിട്ട് പോയിക്കോളി എല്ലാവരുടെ പ്രാരാബ്ദം തീർന്നിട്ടേ പോക്കുണ്ടാവില്ല മാമുട്ടിയാക്ക പറ്റുന്നവരൊക്കെയാണ് പോയിക്കോട്ടെ അളിയാങ്ക എന്താ ഈ തിണ്ടുമ്മ കടന്നുറങ്ങണു ആ മാനോ ജാ എന്നിട്ട് കേറിക്കോ ഒന്നുമില്ല ഞാനേ കുറച്ചു നേരം ഓതിക്കാണ്ട് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ കിടന്നാണ് വല്ലാത്തൊരു ചൂടും ഇവിടെ ചെറിയ ഒരു കാറ്റിങ്ങനെ ഉണ്ട് ആ ഉത്തല്ലെങ്കിലും ചൂടായി കാരം ഇവിടെ കിടക്കാനല്ലേ നല്ല ഈ പാടത്തുനിന്ന് ഒരു കാറ്റും കിട്ടുമല്ലോ എന്താ മുഖത്തൊക്കെ വല്ലാത്തൊരു ക്ഷീണം സോക്കട എന്തെങ്കിലും ഉണ്ടോ ചെറിയൊരു മേക്കാച്ചിലുണ്ട് ഇന്ന് പേൽച്ചക്കേ നീച്ചപ്പോൾ തുടങ്ങിയതാണ് പിന്നെ ആ സ്ഥിരമായിട്ട് കുടിച്ചിട്ട് മരുന്ന് പണ്ടീസായി കഴിഞ്ഞേക്കണം അത് കുടിച്ചിട്ടുമില്ല അതുകൊണ്ടേറ്റേ ഇക്കാരം അതെന്താ മരുന്ന് കുടിച്ചാത്തത് മരുന്ന് കഴിഞ്ഞേക്കണോ മരുന്ന് കഴിഞ്ഞേക്കണു ഞാൻ സുക്കൂറ് ഇന്ന് പണിക്ക് പോയപ്പോൾ അവനോട് കൊണ്ടുവരാൻ പറഞ്ഞേക്കണു അവന് ശമ്പളം കിട്ടിയിട്ടില്ല ഇപ്പോൾ ഇത് മാസാവസാനം ആയല്ലോ 2 ദിവസം കൊണ്ട് കിട്ടും എന്നൊക്കെ പറഞ്ഞേക്കണു അത് കിട്ടിയിട്ട് വേണം കൊണ്ടുവരാൻ അപ്പൊ ആ സ്ഥിരം കുടിച്ചണ മരുന്ന് എങ്ങനെ നിർത്താൻ പറ്റുമോ അത് കഴിഞ്ഞേക്കണെങ്കിൽ എന്നോടൊന്ന് വിളിച്ച് പറഞ്ഞുകൂടായിരുന്നു ഞാൻ കൊടുന്ന നീനല്ലോ ആ മാനുവോ എപ്പോഴേ വന്നു ഞാൻ ഇപ്പോഴും വന്നിട്ടുള്ളൂ ഉമ്മ ഞാനേ അല്പങ്ങണിക്ക് ഒരു ഓൽക്കോട്ടിക്കായിട്ട് നിൽക്കാൻ പോയതേനു ഇജ്ജ് വന്നത് ഞാൻ അറിഞ്ഞിട്ടില്ല പിന്നെ എത്തൊക്കെ വർത്താനം പെരി തർത്താനൊക്കെ നല്ല തന്നെ സൂറാബിയും കുട്ടികളും നോൻപറക്കാൻ വന്നീന്നോ സൂറാബിയും കുട്ടികളും വന്നീന്നു ഓല് പറയാതെ വന്നു കഴിഞ്ഞു നോൽബറക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഞങ്ങൾ ഉണ്ടാക്കിയ കടി തന്നെ ഉണ്ടായിരുന്നു ഓൽക്കും ഒക്കെ വേറെ ഒത്തും കൊടുന്നൊന്നുമില്ല പിന്നെ ഓലിപ്പോ മാനോ പുതിയ മരുവനൊന്നും അല്ലല്ലോ 10-25 കൊല്ലായില്ല കല്യാണം കഴിഞ്ഞിട്ട് ഉള്ളതേറ്റൊക്കെ പറക്കുക എന്നല്ലാതെ ഇനിയിപ്പോൾ ഓല് വരികയാണെങ്കിൽ കൂട്ടും പോസി ഉണ്ടാക്കണമെങ്കിലേ അതിനിപ്പോൾ കുറേ കായ്ക്ക് ചിലവാണ് അപ്പോൾ ഉള്ളതേറ്റ അങ്ങനെയാണ് കഴിച്ചു കൂട്ടി ആ അത് അത്രയൊക്കെ മതി ഇത് എമ്മയും ബാപ്പി ഉണ്ടാവുമ്പോഴൊക്കെ വരുള്ളൂ അത് കഴിഞ്ഞ ആരും ഈ വൈക്കൊന്നും വരില്ല അല്ല മാനോ പെരുന്നാളായിട്ട് കുട്ടികൾക്ക് തുണിയും കുപ്പായൊക്കെ എടുത്താ ഇവിടെ എടുത്തിട്ടൊന്നുമില്ല സുക്കൂറിനെ കുട്ടികളെ തിരക്ക് കിട്ടുകൊണ്ട് ഓൻ പറഞ്ഞു ശമ്പളം കിട്ടട്ടെ അറിഞ്ഞ് നിൽക്കുകയാണ് അവിടെ ഞാൻ ഇന്നലെ രാവിലെ കുട്ടികളൊക്കെ കൂടി പോയിക്കാണ്ടേ എല്ലാവർക്കും കൊണ്ട് എടുത്ത് ഒരു സംഖ്യയായി പിന്നെ എനിക്കൊരു മാക്സി എടുക്കണം എന്ന് ഞാൻ വിചാരിച്ചിരുന്നു ഞാൻ പിന്നെ അത് എടുത്തില്ല ഞാൻ എനിക്കത് കളർ ഒക്കുക വെച്ചിട്ട് ഞാൻ എനിക്ക് വേണ്ടതേ ഇത് സുക്കൂറിന് ഡ്രസ്സ് എടുക്കാൻ പോയപ്പോ ഓലപ്പം അതൊന്നും വേണ്ട അത് വേണ്ട പിന്നെ ഇവിടെ സുക്കൂർ എടുക്കുമ്പോ എടുത്തോളൂ അത് പറ്റൂല എന്നാ ഇത് കൂടി ഇജിപ്പാണ് വെച്ചാൽ എന്റെ അടുത്ത് ഉണ്ടാവൂല അത് എന്റെ അടുത്തുണ്ട് ആ കുഴപ്പമില്ല കാക്ക നിങ്ങൾ എന്ത് പെട്ടെന്ന് വരാൻ പറഞ്ഞു ഞാനവിടെ ടൈൽസ് കമ്പനിയിലും കൂടി ഒന്ന് പോകണമെന്ന് വിചാരിച്ചിരുന്നു അവിടെ ഫർണിച്ചർ കടയിൽ മാത്രമേ പോയിട്ടുള്ളൂ അത് ഞാൻ സംസുനെ ഏലുമാലാക്കി കൊണ്ട് പോകുന്നതാണ് എന്തിപ്പോ പെട്ടെന്ന് വരേണ്ട ആവശ്യം വന്ന് അല്ല അവിടുത്തെ കാര്യങ്ങളൊക്കെ ഇജ്ജ് അവനോട് ശരിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടില്ലേ ആ കാര്യത്തിൽ നിങ്ങളൊരു ടെൻഷനും അടിക്കണ്ട അവിടുത്തെ കാര്യങ്ങളൊക്കെ അതിന്റെ മട്ടം പോലെ ഞാൻ ചെയ്തോളാം നിങ്ങൾ ഇനി ആലോചിച്ചുകൊണ്ട് ഓരോന്ന് ചിന്തിച്ചാണ്ട് അസുഖം കൂട്ടല്ലേ ഡോക്ടർ പറഞ്ഞിട്ട് എന്താ അറിയോ നിങ്ങളോട് പൂർണ്ണ റെസ്റ്റാണ് പറഞ്ഞിട്ടുണ്ട് ഞാൻ റെസ്റ്റ് തന്നെയല്ലേ ഞാൻ ഈ ഓഫീസ് റൂമിലും ആ കൊലയിലും റൂമിലും അല്ല എവിടുക്കാൻ ഞാൻ പോക്ക് ഞാൻ എന്നോട് വരാൻ പറഞ്ഞതേ ഇത് നമ്മളെ കമ്പനിയിലുള്ള തൊഴിലാളികൾക്ക്
ആ സക്കാത്തും പൈസ കൊടുക്കാനാണ്. അത് എല്ലാവർക്കും വൈകാതെ തന്നെ കൊണ്ടുപോയി എത്തിക്കുകയും ചെയ്യും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്താ കാക്ക 15,000 ഉറുപ്പ്യ ഉണ്ടല്ലോ. നമ്മള് എല്ലാ കൊല്ലവും സക്കാത്തും പൈസ കൊടുക്കല് 5,000 ഉറുപ്പ്യല്ലേ, ഇത് 15,000 ഉറുപ്പ്യ ഉണ്ടല്ലോ. അത്ര വേണാക്കാം. നമ്മൾ എല്ലാ കൊല്ലം കൊടുക്കലേ നമ്മളെ വരുമാനം നോക്കിയിട്ടല്ല, ഒരു സുമാറാണ് കൊടുക്കലാണ്. ഞാൻ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഒന്ന് ഇരുന്ന് കണക്ക് കൂട്ടി നോക്കുമ്പോൾ ഓരോരുത്തർക്ക് 15,000 ഉറുപ്പ്യ കൊടുക്കണം. അത് അവർക്ക് അവകാശപ്പെട്ടതാണ്, നമ്മളെ പിടിച്ചേക്കണ്ട, അതാണ് കൊടുത്താളെ. നമ്മളെ കുടുംബത്തില് അർഹതപ്പെട്ടവർക്ക് കൊടുത്തിട്ട് ബാക്കി നമുക്ക് പണിക്കാർക്ക് കൊടുത്താൽ പോരെ. കുടുംബങ്ങൾക്കുള്ള പൈസ ഞാൻ വേറെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് അവിടുത്തെ പണിക്കാർക്കുള്ളതാണ്, അത് ഇജാണ്ട് കൊടുത്താളാ. പിന്നെ ഇജ്ജ് പറഞ്ഞാൽ എത്ര കൊടുക്കണമെന്നുള്ളത് നമ്മൾ രണ്ടാളും മെനക്കെട്ടാൽ ഈ സൗഭാഗ്യങ്ങളൊന്നും ഉണ്ടാവില്ല. അവരെ ഒരു വേർപ്പും അധ്വാനം ഒക്കെ അതിൻ്റെ പിന്നിലുണ്ട്. അവരെ ഒരു പണിക്കാരായി കാണണ്ട, അവർ നമ്മളെ കൂടപ്പറപ്പായിട്ട് കണ്ടാൽ മതി. കാക്ക, ഞാൻ എന്താ അങ്ങനെ പറയാൻ കാരണം എന്നറിയോ, നമ്മളെ കുടുംബത്തിക്ക് മാറ്റി വെക്കാതെ ഓൽക്ക് മാത്രമേ കൊടുക്കുള്ളൂ എന്നുള്ള നിലയ്ക്ക് ഞാൻ അങ്ങനെ പറഞ്ഞാണ്. നമ്മളെ കൂടപ്പറപ്പുമാരി തന്നെ നമ്മൾ എന്നും ഓലെ കണ്ടിട്ടുള്ളൂ. ഓൽക്ക് കൊടുക്കാനുള്ളത് ഇൻഷാ അല്ലാഹ് ഞാൻ ഓലെ കയ്യിൽ തന്നെ ഭദ്രമായിട്ട് കൊടുക്കും. മൈമുട്ടേക്കാ, ഇത് 15,000 ഉറുപ്പ്യ ഉണ്ടല്ലോ. നമുക്ക് തന്ന കവറേറ്റ് മാറിയോ? എല്ലാ കൊല്ലം നമുക്ക് സക്കാത്തും പൈസ 5,000 ഉറുപ്പ്യല്ലേ തരല്? എടാ ഇജ്ജ് പറഞ്ഞത് ശരിയാണ്, 15,000 ഉറുപ്പ്യ ഇതിലും ഉണ്ട്. ഇതിപ്പോ ജക്കാത്തും കായ് അല്ലേ? നമുക്കൊരു കാര്യം ചോദിച്ചാ സംശയം തീർക്കാലോ. ഓഫീസിലുണ്ടാവും അനീഫാക്കി ഇരിക്കണു, നിങ്ങൾ വരി പോയി ചോദിച്ചു നോക്കാം. ഞമ്മക്ക് തന്നെ കവറേറ്റ് മാറിയിക്കണം. ഇത് 15,000 ഉറുപ്പ്യ ഉണ്ട്. നിങ്ങൾ പേടിച്ചൊന്നും വേണ്ട, ആ സക്കാത്തും പൈസ നിങ്ങൾക്ക് 15,000 ഉറുപ്പ്യാണ് എല്ലാവർക്കും തരാൻ പറഞ്ഞിട്ടുണ്ട്. വലിയ മുതലാളി പറഞ്ഞാണ്. കുരുന്നാ ഞങ്ങൾ ഒത്തുണ്ടാകാന്ന് കരുതിയിരിക്കണം. വലിയ മുതലാളി സുഖമില്ലാതെ ഇരിക്കല്ലേ, പക്ഷം അതിന്റെ സോക്കട് മാറ്റി കൊടുക്കട്ടെ. വലിയൊരു ഉപകാരമായി. ഇപ്പൊ ഇഞ്ചൊക്കെ വലിയ കടണ്ട്. അപ്പൊ ആ കായിട്ടത് വലിയൊരു കുരുത്തത്തിലാണ് ഇപ്പൊ. നല്ല പനി എനിച്ചുണ്ടല്ലോ. ഇവിടുത്തെ ഗുളിക കുടിച്ചിട്ടൊന്നും കാര്യമില്ല. ആസ്പത്രിക്ക് പോണ സുക്കൂറ് വന്നിട്ട് വന്നിട്ട് ഇനി ആശുപത്രിക്കൊന്നും പോകണ്ട. നോൽമ്പ് പറഞ്ഞിട്ട് ആ പനിൻ്റെ ഗുളിക ഒന്ന് കുടിച്ചാൽ തന്നെ പനി വിടും. ഓൻ്റെ അടുത്ത് അല്ലെങ്കിൽ തന്നെ പൈസ ഇല്ല. സ്ഥിരമായിട്ട് കുടിച്ചിട്ട മരുന്നേ ഓൻ വരുമ്പോൾ ഞാൻ കൊണ്ടുവരാൻ പറഞ്ഞേക്കണു. അതിനെന്നെ ഇനി ആരെത്തുന്നേലും വായ്പ അടിച്ചിക്കാണ്ട് ഈ കാര്യം പോയി ചെല്ലേണ്ടത്. ആ സുക്കൂർ അതാ വരുന്നു. അസ്സലാമലൈക്കും. വലൈക്കും സലാം. എത്തപ്പോ ഞാൻ ടൂർ പോകുമ്പോഴെ കുപ്പായ കിട്ടക്കണല്ലോ. പെരുന്നാളിന് മുന്നേ കാശ്മീർക്കേറ്റ് പോകണ്ടെങ്കില് ഇച്ചടാ വല്ലാത്തൊരു പനി. പനിയാ? ആ പഠിച്ചോനെ, പോയപ്പോന്നും ഇല്ലല്ലോ. ഇപ്പൊ കുറച്ചേരം ഇങ്ങനെ തുടങ്ങിയിട്ട് രാവിലെ ഇങ്ങനെ ചെറുതായിട്ടുണ്ട് പെരച്ചക്ക് നീച്ചപ്പോൾ. നല്ല പനി ഉണ്ടല്ലോ. എന്നപ്പോ ഒരു കാര്യം ചേച്ചി, നിങ്ങൾ പോയി കാണാൻ തുണി കുപ്പായം മാറ്റി നമുക്ക് ആ ഡോക്ടറെ പോയി കാണാം. ഇങ്ങനെ സ്ഥിരം കുടിച്ചിന ഗുളികയാണ് അത്. അതിനിപ്പോ കുടിച്ചാണ് ഡോക്ടറെ കണ്ടതിന് ശേഷം കുടിച്ചാ. അത് മാത്രമല്ലമ്മ, വൈകുന്നേരം നമുക്ക് കുട്ടികളെയും കൂട്ടിയാണ് തുണി കുപ്പായം എടുക്കാൻ പോകുമാണ് പെരുന്നാളിന്. ഇപ്പാനോട് ഞാൻ പറഞ്ഞു ഇജ്ജ് വന്നിട്ട് ആസ്പത്രിക്ക് പോവാ. ഇപ്പൊ അറിയാം ഇവിടെ ഉള്ള പനിന്റെ ഗുളിക കുടിച്ചാൽ മതി, പോണ്ടാന്ന് പറയേണ്ടത്. അത് പനിന്റെ ഗുളിക കുടിച്ചാൽ മാറുടാ. ഞാൻ നോൽമ്പ് പറഞ്ഞിട്ട് കുടിച്ചാച്ചിട്ടാണ്. ഇനിയിപ്പോൾ നോൽമ്പ് അതിന് മാണ്ടിക്കാണ്ട് ഒഴിവാക്കണ്ടല്ലോ വെച്ചിട്ടാണ്. ഇജ്ജ് നോൽമ്പ് പറഞ്ഞിട്ട് കുട്ടികളൊക്കെ കൂട്ടിക്കാണ്ടേ തുണി കുപ്പായം എടുക്കാൻ പോയിക്കോ. എനിക്കിപ്പോൾ അതിന് പൈസ ശമ്പളം കിട്ടിയോ? മാസാവസാനം കിട്ടുള്ളൂ എന്ന് വെച്ച് പറഞ്ഞിരുന്നു. ശമ്പളം അല്ലപ്പാ, സക്കാത്തും പൈസയാണ്. 15,000 ഉറുപ്പ്യ ഉണ്ട്. അതുമ്മ അനീഫാക്ക് കൊടുന്നേരേ. അയാൾ പറഞ്ഞും ചെയ്തു ഇത് ശമ്പളം അല്ല കേട്ടോ, സക്കാത്തും പൈസയാണെന്ന് പറഞ്ഞിക്കാണ്ട്. എല്ലാ കൊല്ലവും 5,000 ഉറുപ്പ്യ കിട്ടുള്ളൂ. ഇക്കൊല്ലം 15,000 ഉറുപ്പ്യ ഉണ്ട് പണിക്കാർക്ക് മൊത്തം. എല്ലാ പണിക്കാർക്കും ഉണ്ട് സുക്കൂറെ. വലിയ കിട്ടലായിങ്ങൾക്കൊക്കെ അത്. അല്ലെങ്കിലും സക്കാത്തിൻ്റെ പൈസയെ മുഴുവൻ എല്ലാവർക്കും തീർത്ത് കൊടുക്കണം. നമ്മളെ ചില ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, എല്ലാ സക്കാത്തും പൈസയും കണക്ക് കൂട്ടി കൊടുക്കൂല. കുറച്ച് എന്തെങ്കിലുമൊക്കെ കൊടുത്തുകാണ്ട് സക്കാത്ത് കൊടുത്തു എന്ന് പറയും. എൻ്റെ മുതലാളിമാരൊന്നും ഈ പെട്ടതൊന്നും അല്ല. ഒരു നല്ല രീതിയിൽ ആ പൈസ ഉള്ളതേ കറക്റ്റ് കണക്ക് കൂട്ടി കൊടുക്കുന്ന ആൾക്കാരാണ്. ആ മൂപ്പരെ സോക്കടൊക്കെ പഠിച്ചോനെ
സേഫാക്കി കൊടുക്കട്ടെ. ഇപ്പൊ മുതലാളിക്ക് വയ്യാതായതിനു ശേഷേ അനീഫാക്കല്ല വന്നിനത്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയമാർക്ക് 5000 പോലും കിട്ടൂലെന്ന്. പക്ഷെ 15000 കിട്ടിക്കണു. ഏതായാലും നല്ല മനുഷ്യനാണ് അയാള്. നമുക്ക് ലീവ് ഉള്ളിനും കൂടി അയാൾ ശമ്പളം തരലുണ്ട്. അങ്ങനത്തോലൊന്നും പഠിച്ചോൻ കുഴക്കൂലടാ. ഈ ലോകത്തും പരലോകത്തെ ഓൽക്ക് നല്ല വിജയവും ഉണ്ടാവും ചേച്ചി. പൊന്നാര മക്കളെ, പണിക്കാരുണ്ടല്ലോ നമ്മളെ പുറമക്കാരായിട്ട് കാണണ്ട കേട്ടോ. നമ്മളെ കൂടപ്പറപ്പ് തന്നെയാണ്. ഓല് പണിയെടുത്തിട്ടാണ് ഒരു 10 ഉറുപ്പ്യ നമുക്കും സമ്പാദ്യമായിട്ട് കിട്ടേണ്ടത്. അപ്പോൾ അതുകൊണ്ടേ ഓല ഈ സമൂഹത്തിൽ 2ാം നമ്പറായിട്ട് നമ്മൾ ആരും കാണരുത്. നമുക്ക് കിട്ടേണ്ട നല്ലൊരു പങ്ക് ഓൽക്ക് കൊടുക്കുമ്പോഴേ ഓൽക്കൊരു സന്തോഷത്തോടു കൂടി നമ്മുടെ ഇടയിൽ പണിയെടുക്കാനൊരു സന്തോഷം ഓൽക്കുണ്ടാവും. അപ്പോൾ അതുകൊണ്ടേ ഓല നല്ല രീതിയിൽ നമ്മളൊപ്പം കൂട്ടിച്ചേർത്ത് കൊണ്ടുപോവുക. അതാണ് ഈ വീരാങ്കാക്ക നിങ്ങളോട് പറയാനുള്ളൂ.